മാരിറ്റൽ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ചിലർക്കെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജസ് ആയിട്ട് കടന്നു പോകാറുണ്ട്. ഒരു വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി പുതിയൊരു സറൗണ്ടിങ്സ്, പുതിയ ആൾക്കാർ, ചിലപ്പോൾ ഇതുവരെ കാണാത്ത ചില മനുഷ്യന്മാരായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചിലർക്കെങ്കിലും ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മാരിറ്റൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഒരു മാരിറ്റൽ ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് വരുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹലോ, എൻ്റെ പേര് ഹിബ. ഞാൻ ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഈ അടുത്തിടെയായിട്ട് ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ് നമ്മുടെ ഹെയ്ലനിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ കല്യാണം കഴിച്ചിട്ട് ഏകദേശം ഒരു 2-3 മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ പാരൻസ് പറയുന്നത് അവർക്ക് ഡിവോഴ്സ് വേണം, അവർ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരുടെയും പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ പാരൻസും പറയുന്നത് ഇവർ തമ്മിൽ ശരിയാവില്ല എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഇവരോട് മാത്രമായിട്ട് സംസാരിച്ചപ്പം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഉള്ളത്. പക്ഷേ അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓരോരുത്തരായിട്ട് മാറി മാറി ഇരുന്ന് ചോദിച്ച സമയത്താണ് മനസ്സിലാവുന്നത്, ഈ ഒരു കുട്ടിയുടെ ഫാമിലി, ഈ പെൺകുട്ടിയുടെ ഫാമിലി ഭയങ്കര ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു. ഉപ്പ ഉമ്മ ഈ ഒരൊറ്റ മോളായിരുന്നു. അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നും ഇവൾ കല്യാണം കഴിച്ച ചെറുക്കൻ്റെ വീട്ടിലെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഒരുപാട് മെമ്പേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുടുംബം. ഇങ്ങനെ ഒരു ചെറിയ ഫാമിലിയിൽ നിന്ന് ഒരു വലിയ ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ, അല്ലെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നുള്ളൊരു ചെറിയ ലോകത്തിൽ നിന്നും കുറേ ആൾക്കാരുടെ ഇടയിൽ ഒന്നും അല്ലാത്തൊരു ഫീലാണ് ആ സമയത്ത് ആ ഒരു കുട്ടിക്ക് അവിടെ ഉണ്ടായത്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ, അത് കൂടാതെ കുറേ ആൾക്കാർ. അത് ഈ കുട്ടി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഇടയിൽ അഡാപ്റ്റ് ചെയ്യാൻ ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്കൊരു പ്രയോറിറ്റി കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ എന്നെ നോക്കാനോ അല്ലെ എൻ്റെ കാര്യങ്ങൾ ആലോചിക്കാനോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനോ ആരും ഇല്ലാത്ത പോലെ, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ആയിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ആൾ കല്യാണത്തിന് മുമ്പേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. വർക്ക് സ്പേസിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിൽ പോലും ഈ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രഷേഴ്സ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഫാമിലിയിലുള്ള ഒരാളുമായിട്ട് പേഴ്സണലി ഈ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വീട്ടിൽ സർവൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര ഇൻസെക്യൂർഡായിട്ട് ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ആൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ആളുടെ വീട്ടിലും അത് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പം എല്ലാവരുടെയും പ്രസൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ആൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് വേറെ എല്ലാവരുടെയും ഇടയിലാവുന്ന സമയത്ത് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. ഇവരുടെ പേഴ്സണൽ ലൈഫിലും അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇവൾക്കൊരു ഹെഡേക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഈ കുട്ടി പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഫിസിക്കലി ഞാൻ ഭയങ്കര വീക്കാണ്, എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും എനിക്ക് എന്നും ഉണ്ടായിരിക്കുക. ഒന്നെങ്കിൽ തലവേദന എനിക്ക് വിട്ടുമാറാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ടയേർഡായിട്ട് എപ്പോഴും കിടക്കാൻ മാത്രമാണ് എനിക്ക് ഫീൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഫാമിലിയിൽ നിന്ന് സൈഡിൽ നിന്ന് പറയുമ്പം ഇവർ ഭയങ്കര മടിച്ചിയാണ്, അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും കിടത്താണ് എന്നുള്ള രീതിയിൽ ഫാമിലി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി ഈ കുട്ടിയുടെ ഇഷ്യൂ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് വന്നത് കാരണമായിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുകയും ആ സ്ട്രെസ് ആളുടെ ഫിസിക്കലി വീക്കാക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊന്നും ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരുടെ അടുത്തോ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഈ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുകയും എന്തുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പാരൻസ് ആയാലും റെഡി ആയിട്ടുണ്ട്. 1-2 സെഷൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ കുട്ടി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വ്യത്യാസം ആളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയിലാണെങ്കിലും അല്ലാതെ ആളുടെ വർക്കിലാണെങ്കിലും നല്ല രീതിയിൽ ആൾക്ക് പെർഫോം ചെയ്യാനും നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ആൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ചിലപ്പം പല ആൾക്കാരും. പക്ഷേ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നല്ല രീതിയിൽ വേറെയുള്ള ആൾക്കാർക്കും എനിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റുവേഷനിൽ ഈ കുട്ടിക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആൾക്ക് നേരിട്ട പ്രശ്നങ്ങളിൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആ കുട്ടിക്ക് ഉണ്ടാവുമായിരുന്നു. അവരുടെ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇത്ര വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തില്ലായിരുന്നു. ആൾ ലേറ്റായി പോയി എന്നുള്ള കാര്യമല്ല പറയുന്നത്. നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെയൊക്കെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കല്യാണത്തിന് മുന്നേ ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലൂടെ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പുതിയ തുടക്കം എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാണുന്നത് സാധാരണയാണ്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ നമുക്ക് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്